നമസ്കാരം, തുഞ്ചൻ വിഷൻ ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. തിരൂർ നഗരത്തിൽ ചട്ടം ലംഘിച്ച് കെട്ടിട നിർമ്മാണത്തിന് അനുമതി നൽകിയ നഗരസഭയ്ക്കെതിരെ ഗുരുതര ആരോപണവുമായി യൂത്ത് ലീഗ് രംഗത്ത്. ഡിവൈഎഫ്ഐ സംസ്ഥാന സമ്മേളനം നടത്താൻ ലക്ഷങ്ങളുടെ കോഴയെന്ന നേതാക്കൾ. സംഭവത്തിൽ സ്ഥലം കൗൺസിലറും ചെയർമാനും ഒത്തുകളിക്കുന്നതായി യൂത്ത് ലീഗ്. നഗരസഭാ ഭരണമാറ്റം ഉൾക്കൊള്ളാൻ കഴിയാത്ത മുസ്ലിം ലീഗിന്റെ ദഹനക്കേടാണ് സംഭവത്തിന് പുറകിലെന്ന് CPM. കെട്ടിട നിർമ്മാണ മാഫിയയ്ക്ക് ഒത്താശ നൽകുന്നത് മുനിസിപ്പൽ എഞ്ചിനീയറിംഗ് വിഭാഗം. നിർമ്മാണം നിർത്തിവെക്കണമെന്നാവശ്യപ്പെട്ട് CPM-ഉം രംഗത്ത്. അന്തരിച്ച ONV-യുടെ ഓർമ്മകളുമായി തുഞ്ചനുത്സവം തുടരുന്നു. വിലങ്ങ് തീർക്കുന്ന ഭരണകൂടത്തിന്റെ നിലപാടുകൾക്കെതിരെ പ്രതിരോധമുയർത്തുന്ന സെമിനാറുകൾക്ക് തുടക്കം. നടി ശോഭന തിങ്കളാഴ്ച തുഞ്ചൻപറമ്പിൽ. പയ്യനങ്ങാടി ശ്രമദാനം റോഡിൽ പൈപ്പ് പൊട്ടി കുടിവെള്ളം പാഴാകുന്നു. ഉടൻ നന്നാക്കണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാർ രംഗത്ത്. വാർത്തകൾ വിശദമായി. തിരൂർ നഗരത്തിൽ ചട്ടം ലംഘിച്ച് നിർമ്മാണം നടത്തുന്നതിനെതിരെ യൂത്ത് ലീഗ് രംഗത്ത്. ഡിവൈഎഫ്ഐ സംസ്ഥാന സമ്മേളനത്തിന് വൻതുക കോഴ വാങ്ങുന്നതിനായി അനധികൃതമായി കെട്ടിടം നിർമ്മിക്കാൻ അനുമതി നൽകിയതായി ആരോപിച്ചാണ് യൂത്ത് ലീഗ് രംഗത്ത് വന്നത്. തിരൂർ കിഴക്കേങ്ങാടിയിൽ MK ഇടവഴിക്ക് സമീപത്താണ് കെട്ടിട നിർമ്മാണ ചട്ടങ്ങൾ ലംഘിച്ച് കെട്ടിടം നിർമ്മിക്കുന്നത്. കഴിഞ്ഞ ഡിസംബർ 28-നാണ് നഗരസഭാ അധികൃതർ കെട്ടിട നിർമ്മാണത്തിന് അനുമതി നൽകിയത്. തുടർന്ന് ഉടമകൾ നിർമ്മാണ പ്രവൃത്തി ദ്രുതഗതിയിലാണ് നടത്തിയത്. നഗരസഭാ കൗൺസിലറുടെ സഹോദരൻ ഉൾപ്പെട്ട ഉടമകൾക്ക് അന്യായമായാണ് നിർമ്മാണത്തിന് അനുമതി നൽകിയതെന്നും നഗരസഭാ ഭരണ നേതൃത്വം ഇതിനായി വൻതുക കോഴ വാങ്ങിയതായും യൂത്ത് ലീഗ് ഭാരവാഹികൾ ആരോപിച്ചു. അനധികൃത കെട്ടിട നിർമ്മാണ പ്രവൃത്തിക്കെതിരെ ശക്തമായ പ്രക്ഷോഭവുമായി യൂത്ത് ലീഗ് രംഗത്ത് വരുമെന്നും നേതാക്കൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 28/12/2015 ആ കെട്ടിട നിർമ്മാണത്തിനുള്ള പെർമിറ്റ് നൽകിയിട്ടുള്ളത്. ആ പെർമിറ്റിന്റെ കോപ്പി ഞങ്ങളുടെ കൈവശമുണ്ട്. ഒരു ഭാഗത്ത് അനധികൃത നിർമ്മാണത്തിന് എല്ലാ ഒത്താശകളും ചെയ്തു കൊടുക്കുകയും മറുഭാഗത്ത് തിരൂരിലെ സാധാരണക്കാരായ ആളുകളെ വിഡ്ഢികളാക്കാൻ വേണ്ടി ഞങ്ങളൊക്കെ ഇതിനെതിരാണെന്ന് പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന ഇരട്ടത്താപ്പാണ് മാർക്സിസ്റ്റ് പാർട്ടി ഇതിലൂടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്ന് മാത്രമല്ല, ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന സമ്മേളനം തിരൂരിൽ നടക്കാൻ പോവുകയാണ്. ആ സമ്മേളനത്തിലേക്ക് ഈ കെട്ടിട ഉടമയിൽ നിന്ന് ഭീമമായൊരു സംഖ്യ വാങ്ങിയിട്ട് അതിന്റെ മറവിലാണ് ഈ അനധികൃത നിർമ്മാണത്തിന് ഇവർ ഇത്തരത്തിലൊരു ഒത്താശ ചെയ്ത് കൊടുത്തിട്ടുള്ളതാണെന്ന് ഞങ്ങൾക്ക് അറിയാൻ കഴിയും. ഞങ്ങളിപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ചെറിയൊരു അന്വേഷണം നടത്തിയപ്പോൾ തന്നെ ഇപ്പോൾ നമ്മുടെ തൊട്ടടുത്ത് തന്നെയുള്ള തിരൂരുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു സ്ഥലത്ത്, നമ്മുടെ ചെമ്പ്ര റോട്ടിൽ ആ ഭാഗത്തേക്ക് ബസ് സ്റ്റാൻഡുമായി ബന്ധപ്പെട്ട സ്ഥലത്ത് ഒരു റെസിഡൻഷ്യൽ പെർമിഷൻ ബിൽഡിങ്ങിന് പെർമിറ്റ് വാങ്ങുകയും കൊമേഴ്ഷ്യൽ പർപ്പസിനുള്ള ബിൽഡിംഗ് കെട്ടുകയും ചെയ്ത് ഇപ്പോൾ അതിന് നമ്പർ ഇടിയിപ്പിക്കാനുള്ള ശ്രമമാണ് ആ പ്രദേശത്ത് ഒരു കൗൺസിലറുടെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ആ കൗൺസിലറുടെ സഹോദരനാണ് ആ കെട്ടിടം ഉണ്ടാക്കുന്നതാണ് അറിയാൻ കഴിയും. അപ്പോൾ എല്ലാവിധത്തിലുമുള്ള നിയമങ്ങളെയും നിയമ സംവിധാനങ്ങളെയും ചട്ടങ്ങളെയും ഒക്കെ തന്നെ മറികടന്നുകൊണ്ട് ഈ മാത്രമല്ല ആ കൗൺസിലറുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ തന്നെ എവിടെ എന്തെങ്കിലും നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ എല്ലാത്തിനും എതിരായിക്കൊണ്ട് പ്രവർത്തിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം. പക്ഷേ അധികാരം കാര്യങ്ങളും കയ്യിൽ വന്നപ്പോൾ ഇതൊന്നും ഞങ്ങൾക്ക് ബാധകമല്ല എന്ന രൂപത്തിൽ വളരെ മോശമായ രൂപത്തിൽ എല്ലാ നിയമ സംവിധാനങ്ങളെയും വെല്ലുവിളിച്ചുകൊണ്ടാണ് ഇപ്പോൾ അതിന് കെട്ടിടത്തിന്റെ നിർമ്മാണ നമ്പർ ഇടാനുള്ള പ്രവർത്തനം. അതേസമയം തിരൂർ മാർക്കറ്റ് റോഡിൽ നിർമ്മിക്കുന്ന അനധികൃത കെട്ടിട നിർമ്മാണം നിർത്തിവെക്കാൻ അടിയന്തരമായി ഇടപെടണമെന്ന് തിരൂർ മുനിസിപ്പൽ അധികൃതരോട് CPM തിരൂർ ഈസ്റ്റ് ലോക്കൽ കമ്മിറ്റി വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. കഴിഞ്ഞ 15 വർഷക്കാലമായി മുസ്ലിം ലീഗിന്റെ തണലിൽ വളർന്നു വന്ന കെട്ടിട നിർമ്മാണ മാഫിയയ്ക്ക് ഒത്താശ ചെയ്യുന്ന മുനിസിപ്പൽ എഞ്ചിനീയറിംഗ് വിഭാഗത്തിന്റെ നടപടിക്ക് ജനങ്ങളെ അണിനിരത്തി പ്രതിരോധിക്കുമെന്ന് CPM അറിയിച്ചു. തിരു മുനിസിപ്പൽ ഭരണമാറ്റം ഉൾക്കൊള്ളാൻ കഴിയാത്ത മുസ്ലിം ലീഗിന്റെ ദഹനക്കേടിൽ നിന്നാണ് ചെയർമാനെതിരെയുള്ള ദുഷ്പ്രചരണം നടത്തുന്നത്. മുസ്ലിം ലീഗിന്റെ ഉത്തരവാദിത്തപ്പെട്ട നേതാക്കന്മാരെ പരസ്യമായി അഴിമതി ആരോപണം ഉന്നയിക്കാൻ വെല്ലുവിളിക്കുന്നതായും CPM തിരൂർ ഈസ്റ്റ് ലോക്കൽ കമ്മിറ്റി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. അനധികൃത നിർമ്മാണം ജനങ്ങളുടെ ദല്ലാളന്മാരായി പ്രവർത്തിക്കുന്നതാണ് മുസ്ലിം ലീഗ്. സെൻട്രൽ ജംഗ്ഷനിൽ നിന്നും തുടങ്ങി വാര്യത്തറ വഴി മാവുംകുന്നിൽ അവസാനിക്കുന്ന ഒരു റോഡുണ്ടായിരുന്നു. ഈ റോഡ് കുഞ്ഞിപ്പ ചെയർമാനായിരിക്കുന്ന സമയത്താണ് അത് ഇല്ലാതാക്കിയത്. അങ്ങനെ പണം വാങ്ങി റോഡ് ഇല്ലാതാക്കാൻ CPM ഒരിക്കലും തയ്യാറായിട്ടില്ല. ഇത് മാത്രമല്ല, ലീഗ് CPM അവിടെ കൊടി കുത്തുന്നത് വരെ എന്താണ് ഇതിനെ സംബന്ധിച്ച് പ്രതികരിക്കാതിരുന്നത്? CPM അവിടെ കൊടി കുത്തി അവിടെ ബോർഡ് വെക്കുന്ന സമയത്താണ് ലീഗ് വരുന്നത്. ഇതുവരെ എന്താ ലീഗ് പ്രതികരിക്കാതിരുന്നത്? അപ്പോൾ സ്ഥിരമായി മുസ്ലിം ലീഗ്
കച്ചവടമാണ് ഇതിനെല്ലാം നടത്തിക്കൊണ്ടിരുന്നത്. ഇതിനെതിരായിക്കൊണ്ട് CPM ശക്തമായിട്ടുള്ള പ്രക്ഷോഭം നടത്താൻ ഒരുങ്ങുകയാണ്. CPM ഉദ്ദേശിക്കുന്നത് ആ റോഡ് അവിടെ വരണം, കെട്ടിടം അവിടെ വരുന്നതിൽ ഒരിക്കലും CPM എതിരല്ല. പക്ഷേ റോഡിന് സ്ഥലം വിട്ടുകൊണ്ടും മാത്രമല്ല ആ മുട്ടപ്പിടി ഇടവഴി എന്ന് പറയുന്ന സ്ഥലത്ത് കൂടി ഒരു റോഡ് മാർക്കറ്റ് റോഡിൽ മുട്ടുന്നുണ്ട്. അതിനാവശ്യമായിട്ടുള്ള സ്ഥലം വിട്ടുകൊടുത്തുകൊണ്ട് കെട്ടിടം ഉണ്ടാക്കുന്നതിന് CPM ഒരിക്കലും എതിരല്ല. പരസ്യമായി പത്രങ്ങളിലൂടെ പറയാൻ തയ്യാറുണ്ട്. ഞങ്ങൾ വെല്ലുവിളിക്കുകയാണ്. നഗരസഭാ ചെയർമാൻ 5 ലക്ഷം രൂപ കൈക്കൂലി വാങ്ങിയെന്ന് മുസ്ലിം ലീഗിൻ്റെ ഉത്തരവാദപ്പെട്ട നേതാക്കന്മാർ പത്രസമ്മേളനം നടത്തി പരസ്യമായി പറയാൻ തയ്യാറുണ്ടോ? അതല്ലാതെ ഊമക്കത്തുകൾ പോസ്റ്റ് അടിച്ചുകൊണ്ട് വ്യാജ പ്രചരണം നടത്തിയതുകൊണ്ടൊന്നും കാര്യമില്ല. കാരണം മുസ്ലിം ലീഗിന് ഇവിടുത്തെ ഭരണമാറ്റം ദഹിക്കുന്നില്ല. അതൊരു ദഹനക്കേടിൻ്റെ അസുഖമാണ്. പിന്നെ തങ്ങളുടെ കാലത്ത് പണം വാങ്ങിയതുപോലെ മറ്റുള്ളവരും പണം വാങ്ങുമെന്നുള്ള ധാരണയിലാണ് മുസ്ലിം ലീഗ് പ്രചരണം നടത്തുന്നത്. ഒരു കാരണവശാലും അനധികൃതമായ കെട്ടിട നിർമ്മാണത്തിന് CPM അനുവദിക്കില്ല. ശക്തമായ ഇടപെടലുകൾ നടത്താം. മലയാള കാവ്യശാഖയുടെ കുലപതി ONV ഈ ലോകത്തോട് വിട പറയുമ്പോൾ ഭാഷാപിതാവിന്റെ മണ്ണിന് പറയാനുള്ളത് ഏറെ. തുഞ്ചൻപറമ്പിനോട് ശക്തമായ ഹൃദയബന്ധം സൂക്ഷിച്ച ONV നട്ടുവളർത്തിയ തേന്മാവ് കവി കുലപതിയുടെ സ്മരണ ഉയർത്തുകയാണ്. തുഞ്ചൻപറമ്പ് മലയാള ഭാഷയുടെ തറവാടായി വളർന്ന് വികസിക്കുമ്പോൾ ഈ വളർച്ചയിൽ ONVയുടെ പങ്ക് വിസ്മരിക്കാവുന്നതല്ല. തുഞ്ചൻ സ്മാരക ട്രസ്റ്റ് ചെയർമാൻ MT വാസുദേവൻ നായർ സ്മരിച്ചതുപോലെ ഇപ്പോഴത്തെ തുഞ്ചൻ സ്മാരകത്തിൻ്റെ വികസനത്തിന് മുമ്പും ഭാഷാപിതാവിൻ്റെ മണ്ണിനോട് ONV ആദരവ് പ്രകടിപ്പിച്ചിരുന്നു. തുഞ്ചൻ പറമ്പിലെത്തുന്ന കവിയും MT വാസുദേവൻ നായർ അടക്കമുള്ള സാഹിത്യകാരന്മാരും ഈ സ്മാരകത്തെ വികസിപ്പിക്കാനുള്ള ചർച്ചകളാണ് നടത്തിയിരുന്നത്. ONVയുടെ പ്രശസ്ത കവിതയായ ഉജ്ജയിനിയുടെ രചന നടത്തിയതും തിരൂരിലെ ലോഡ്ജ് മുറിയിൽ വെച്ചായിരുന്നു. തുഞ്ചൻ സാഹിത്യോത്സവത്തിലെ അതിഥിയായി എത്തുന്ന ONVക്ക് ജ്ഞാനപീഠം ലഭിച്ചപ്പോൾ തുഞ്ചൻ പറമ്പിലെ സാഹിത്യലോകം ആദരിച്ചിരുന്നു. രാജ്യത്ത് വളർന്നു വരുന്ന അസഹിഷ്ണുതയ്ക്കെതിരെയും സർഗാത്മതയ്ക്കും വിലങ്ങ് തീർക്കുന്ന ഭരണകൂടത്തിന്റെ നിലപാടുകൾക്കെതിരെയും പ്രതിരോധമുയർത്തി തിരൂർ തുഞ്ചൻപറമ്പിൽ ദേശീയ സെമിനാറുകൾക്ക് തുടക്കമായി. തുഞ്ചനോത്സവത്തിന്റെ ഭാഗമായാണ് കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ സഹകരണത്തോടെ സർഗാത്മതയും സ്വാതന്ത്ര്യവും എന്ന വിഷയത്തിൽ സെമിനാർ നടത്തിയത്. ദേശീയ സെമിനാർ മറാത്തി സാഹിത്യകാരനും ജ്ഞാനപീഠ ജേതാവുമായ ബാൽചന്ദ്ര നേമഡെ ഉദ്ഘാടനം ചെയ്തു. സാഹിത്യകാർക്കെതിരെയുള്ള ഭരണകൂടത്തിന്റെ നീക്കങ്ങൾ സ്വതന്ത്ര ചിന്തയെ തടയുന്നതിനും തെളിവാണെന്ന് ബാൽചന്ദ്ര പറഞ്ഞു. ഗലീലിയോ, സോക്രട്ടീസ് തുടങ്ങി സമകാലിക എഴുത്തുകാർക്കും ബുദ്ധിജീവികൾക്കെതിരെ കടന്നാക്രമണമാണ് ഭരണകൂടം നടത്തുന്നത്. അസഹിഷ്ണുത പടരുകയാണ്. സാഹിത്യത്തിന് സെൻസർഷിപ്പ് നടപ്പിലാക്കി സ്വതന്ത്ര ചിന്തയുടെ വായടപ്പിക്കാനാണ് ഭരണകൂടങ്ങൾ നീക്കം നടത്തുന്നത്. തെറ്റായ ആശയങ്ങൾ സമൂഹത്തിൽ പടർത്തുന്നതിന് ഭരണാധികാരികൾ ശ്രമിക്കുകയാണെന്നും ഇതിനെതിരായ യഥാർത്ഥ വിപ്ലവം ഉയർത്തിക്കൊണ്ടുവരാനാണ് സാഹിത്യ സമൂഹം നടത്തേണ്ടതെന്നും ബാൽചന്ദ്ര പറഞ്ഞു. In those days, when I made certain statements, many people pointed out the mistakes in what I said. So today I am extremely, hesitant about making anything new because the Malayalees are spread everywhere in the world. And if you make any statement about Saudi Arabia or China or Japan, there is some Malayali who lives there and he says, "Sir, you are wrong." So this has really created some kind of a dependence in me. And I will say, now, unfortunately, the kind of heritage that we used to follow. ചടങ്ങിൽ C. രാധാകൃഷ്ണൻ അധ്യക്ഷനായി. സൃഷ്ടിപരതയെ കൂച്ചുവിലങ്ങാനാണ് ഭരണകൂടം ശ്രമിക്കുന്നതെന്ന് C. രാധാകൃഷ്ണൻ പറഞ്ഞു. അധികാരമെന്നാൽ മറ്റുള്ളവന്റെ അഭിപ്രായത്തെ അടിച്ചമർത്താൻ ഉപയോഗിക്കുന്ന ഉപകരണമായി മാറ്റുകയാണ്. രാഷ്ട്രീയ പാർട്ടികൾ ജാതിയുടെയും മതത്തിന്റെയും അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുകയും ഒരു സാമുദായ കൂട്ടായ്മയിലേക്ക് മാറി വിഭാഗീയത വളർത്തുന്നു. ഇതിലൂടെ സൃഷ്ടിപരതയ്ക്ക് കൈവിലക്ക് തീർക്കുന്നു. ജനങ്ങളിൽ വിദ്വേഷവും വെറുപ്പും വളർത്തുകയും സൃഷ്ടിപരതയ്ക്ക് മാരകമായ ക്ഷതം സംഭവിക്കുകയുമാണ്. മറ്റൊരു സമുദായത്തിലെ പ്രശ്നങ്ങൾ എതിർ സമുദായം പറയാൻ പാടില്ലെന്ന ആപൽക്കരമായ ചിന്താഗതി വളർത്തി പൊതുവായ ഇടങ്ങൾ ഇല്ലാതാക്കുകയാണ്. ഇത് മാനവികതയ്ക്ക് വിഘാതമായി മാറുകയാണെന്നും C. രാധാകൃഷ്ണൻ കൂട്ടിച്ചേർത്തു. K. ശിവാറെഡ്ഡി മുഖ്യപ്രഭാഷണം നടത്തി. K. P. രാമനുണ്ണി സ്വാഗതവും മഹാലിംഗേശ്വർ നന്ദിയും പറഞ്ഞു. തുടർന്ന് സർഗാത്മതയും സ്വാതന്ത്ര്യവും ഇന്ത്യൻ സാഹചര്യങ്ങൾ എന്ന വിഷയത്തിൽ നടന്ന സെമിനാറിൽ K. സച്ചിദാനന്ദൻ അധ്യക്ഷനായി. രുക്മിണി നായർ, V. സുബ്രഹ്മണ്യൻ എന്നിവർ പ്രബന്ധങ്ങൾ അവതരിപ്പിച്ചു. K. S. വെങ്കടാചലം സ്വാഗതം പറഞ്ഞു. തുടർന്ന്
ഭരത് സുന്ദർ, തിരുവനന്തപുരം സമ്പത്ത്, നാബിൽ, അരുൾ, മാങ്ങൂർ ഉണ്ണികൃഷ്ണൻ എന്നിവർ കർണാടക സംഗീത കച്ചേരി അവതരിപ്പിച്ചു. തുഞ്ചലുത്സവത്തിന്റെ 3ാം ദിനമായ തിങ്കളാഴ്ച പകൽ 10-ന് സർഗാത്മകതയും സ്വാതന്ത്ര്യവും സാംസ്കാരിക രംഗവും എന്ന വിഷയത്തിൽ സെമിനാർ നടക്കും. ശശികുമാർ അധ്യക്ഷനാവും. പകൽ 2:30-ന് ദക്ഷിണേന്ത്യൻ കാവ്യോത്സവം അക്കിത്തും ഉദ്ഘാടനം ചെയ്യും. വൈകിട്ട് 6:30-ന് പത്മശ്രീ ശോഭനയുടെ ഭരതനാട്യം അരങ്ങേറും. ഈ ഭരണാധികാരി നമ്മുടെ നാട്ടിലുള്ള സാമൂഹ്യപരമായ പരിമിതികൾ കൂടി ഉപയോഗപ്പെടുത്തിയിട്ടാണ് പലപ്പോഴും പെരുമാറുക. സർഗാത്മകതയ്ക്കുള്ള 3ാമത്തെ പരിമിതി സമൂഹപരമായ പരിമിതിയാണ്. ഒരു സമൂഹം മറ്റൊരു സമൂഹത്തിലെ ഒരു സൃഷ്ടികർത്താവിനെ അല്ലെങ്കിൽ ക്രിയാത്മകമായി സർഗാത്മകമായി പെരുമാറുന്നതിന് സ്വന്തം ആവിഷ്കാരങ്ങൾക്ക് തടയിടുന്ന സ്ഥിതിയുണ്ടാകുമ്പോൾ വലിയൊരു ദുരന്തങ്ങൾ നമുക്ക് സംഭവിക്കുകയാണ്. ഡിവൈഎഫ്ഐ സംസ്ഥാന സമ്മേളനത്തിന്റെ പ്രചാരണാർത്ഥം ഡിവൈഎഫ്ഐ കട്ടച്ചിറ യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ ഫുട്ബോൾ മേള നടത്തി. മത്സരത്തിൽ തിരൂർ ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ വിജയികളായി. സമാപന സമ്മേളനം ബ്ലോക്ക് സെക്രട്ടറി പി മുനീർ ഉദ്ഘാടനം ചെയ്തു. ബാബു അധ്യക്ഷനായി. ജബുനാസ്, ഗ്രാമപഞ്ചായത്ത് അംഗം ഉമൈബ ബാനു, സോമൻ, റാഷിദ്, അനീഷ് എന്നിവർ സംസാരിച്ചു. കളഞ്ഞുകിട്ടിയ സ്വർണ്ണാഭരണമടങ്ങിയ ബാഗ് പോലീസിന് കൈമാറി യുവാക്കൾ മാതൃകയായി. തിരുവട്ടം പരിയാപുരത്തെ CPM പ്രവർത്തകരായ പി അനിൽകുമാർ, അരുൺകുമാർ എന്നിവർക്കാണ് ബാഗ് കളഞ്ഞുകിട്ടിയത്. വെട്ടം ബാവുത്തങ്ങാടിൽ വെച്ചാണ് ഇവർക്ക് ബാഗ് ലഭിച്ചത്. ബാഗിൽ സ്വർണവും പണവും കണ്ടതോടെ ഇവർ പരിസരവാസികളോട് അന്വേഷിച്ചുവെങ്കിലും കണ്ടെത്താനായില്ല. തുടർന്ന് ബാഗ് തിരൂർ പോലീസിന് കൈമാറുകയായിരുന്നു. KT വിനോദ് രചിച്ച് മനസ്സ് മറന്നുവെക്കുന്ന ഇടങ്ങൾ എന്ന പുസ്തക പ്രകാശനവും ചിത്രപ്രദർശനവും നടത്തി. തിരൂർ തുഞ്ചംപറമ്പിൽ നടന്ന ചടങ്ങിൽ കേന്ദ്ര സാഹിത്യ അക്കാദമി മലയാളം വിഭാഗം ഉപദേശക സമിതി അംഗം അനിൽ വള്ളത്തോളിന് പുസ്തകം നൽകി C. രാധാകൃഷ്ണൻ പ്രകാശനം ചെയ്തു. തിരൂർ സിവിൽ സപ്ലൈസ് ഓഫീസിലെ റേഷനിംഗ് ഇൻസ്പെക്ടറായ KT വിനോദ് രചിച്ച 44 ചെറുകവിതകളുടെ സമാഹാരമാണ് മനസ്സ് മറന്നുവെക്കുന്ന ഇടങ്ങൾ. ചടങ്ങിൽ KT രമേശ്, ലെനിൻ വയ്യാട്ട്, MK രാമകൃഷ്ണൻ എന്നിവർ പങ്കെടുത്തു. PP അബ്ദുള്ളക്കുട്ടി സ്മാരക വായനശാല ഗ്രന്ഥാലയത്തിന്റെ ആഭിമുഖ്യത്തിൽ ദേശാഭിമാനി മുൻ എക്സിക്യൂട്ടീവ് എഡിറ്ററായിരുന്ന CM അബ്ദുറഹ്മാൻ അനുസ്മരണ സമ്മേളനം നടത്തി. വെട്ടമാലിശ്ശേരി AUP സ്കൂളിൽ നടന്ന അനുസ്മരണ സമ്മേളനം തിരൂർ നഗരസഭാ ചെയർമാൻ അഡ്വക്കേറ്റ് S. ഗിരീഷ് ഉദ്ഘാടനം ചെയ്തു. VP ഉണ്ണികൃഷ്ണൻ അധ്യക്ഷനായി. ദേശാഭിമാനി റിട്ടയർഡ് ന്യൂസ് എഡിറ്റർ കോയ മുഹമ്മദ്, CM അബ്ദുറഹ്മാൻ അനുസ്മരണ പ്രഭാഷണം നടത്തി. CPM ഏരിയ സെക്രട്ടറി അഡ്വക്കേറ്റ് P. അംസക്കുട്ടി, M. ബഷീർ, CA കരീം, M. ശങ്കരൻ നമ്പൂതിരി, VPN വൈദ്യർ, VA തോമസ്, P. ജിഷി എന്നിവർ സംസാരിച്ചു. PP നാസർ സ്വാഗതവും K. ഉണ്ണികൃഷ്ണൻ നന്ദിയും പറഞ്ഞു. പലപ്പോഴും അബ്ദുള്ളക്കുട്ടി സഖാവ് പറയുമായിരുന്നു, എനിക്ക് രാഷ്ട്രീയമില്ല എന്ന് ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഞാൻ രാഷ്ട്രീയമില്ലാത്ത ഒരു നിഷ്പക്ഷ മതിയാണ് എന്ന് പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾ ശരിക്കും മനസ്സിലാക്കിക്കോളൂ, അവരുടെ രാഷ്ട്രീയം വലതുപക്ഷ രാഷ്ട്രീയമാണ്, പ്രമാണിവർഗത്തിന്റെ രാഷ്ട്രീയമാണ്, സാധാരണക്കാരന്റെ താല്പര്യങ്ങൾക്കെതിരായ രാഷ്ട്രീയമാണ്. ഡിവൈഎഫ്ഐ ചെമ്പ്ര കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ താനാളൂർ ലൈഫ് കെയർ മെഡി ക്ലിനിക്കും ചെമ്പ്ര മെഡിക്കൽസ് ചെമ്പ്രയുടെയും സഹകരണത്തോടെ സൗജന്യ കരൾ രോഗ നിർണയ ക്യാമ്പും ആരോഗ്യ ബോധവൽക്കരണ ക്ലാസും നടത്തി. ചെമ്പ്ര AMUP സ്കൂളിൽ നടന്ന ക്യാമ്പ് നഗരസഭാ വൈസ് ചെയർമാൻ നാജിർ അഷ്റഫ് ഉദ്ഘാടനം ചെയ്തു. റഷീദ് ബാബു അധ്യക്ഷനായി. ഡോക്ടർ അഭിലാഷ്, ഡോക്ടർ എംഷീർ എന്നിവർ ബോധവൽക്കരണ ക്ലാസ്സിന് നേതൃത്വം നൽകി. അഡ്വക്കേറ്റ് MB ഫൈസൽ, ഹംസുമോൻ, മലബാർ മൊയ്തീൻ, അക്ബർ ഖാനാത്ത്, മുഹമ്മദ് മൂപ്പൻ, സാജിദ കബീർ, അസീന ബാവ, കബീർ മൂപ്പൻ, ശശി ഒ, അഡ്വക്കേറ്റ് ഷിബു, സഹീർ അർഷാദ്, മനേഷ്, ഫൗസാൻ എന്നിവർ സംസാരിച്ചു. ജംഷീദ് അലി സ്വാഗതവും ഹാഷിം ബാപ്പു നന്ദിയും പറഞ്ഞു. സംസ്ഥാന ഗവൺമെന്റ് അവാർഡ് ഏർപ്പെടുത്തിയത് മുതൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ രക്തം ദാനം ചെയ്യുന്ന യുവജന സംഘടനയ്ക്കുള്ള അവാർഡ് ഡിവൈഎഫ്ഐയുടെ മലപ്പുറം ജില്ലാ കമ്മിറ്റിയാണ് കഴിഞ്ഞ 5 വർഷക്കാലമായി ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ രക്തദാനം എന്നത് നമുക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ രക്തദാനം ജീവദാനം എന്നാണ് പറയാം. ആധുനിക വൈദ്യശാസ്ത്ര നേട്ടങ്ങളിൽ ഒന്നാണ്. രക്തത്തിനു പകരമായി നൽകുവാൻ മറ്റൊന്നും ഇതുവരെ ആധുനിക വൈദ്യശാസ്ത്രം അതിന്റെ വിസ്ഫോടനകരമായ മുന്നേറ്റങ്ങളിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. വൈദ്യശാസ്ത്രത്തിനകത്ത് നാനോ ടെക്നോളജി വികസിപ്പിച്ചെടുത്തിട്ടും നമുക്ക് ഇതുവരെയായി ഈ രക്തത്തിനു പകരം വെക്കാൻ കഴിയുന്ന ഒരു ഉൽപ്പന്നം, ഒരു മരുന്ന് ഇതുവരെയായി കണ്ടുപിടിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല. തിരൂർ പയ്യനങ്ങാടി ശ്രമദാനം റോഡിൽ ശുദ്ധജല പൈപ്പ് പൊട്ടി റോഡ് തകർന്നു. റോഡ് നവീകരണ പ്രവൃത്തി പൂർത്തിയായി ദിവസങ്ങൾക്കകം റോഡ് തകർന്നത് യാത്രക്കാരെയും പ്രയാസത്തിലാക്കിയിരിക്കുകയാണ്. തിരൂർ നഗരത്തിലേക്കും പരിസര പഞ്ചായത്തുകളിലേക്കും ജലവിതരണ പൈപ്പുകളാണ് തുടർച്ചയായി പൊട്ടുന്നത്. ജലവിതരണ പൈപ്പിന്റെ പഴക്കമാണ് പൈപ്പ് പൊട്ടി ശുദ്ധജലം പാഴാകുന്നതിനിടയാക്കുന്നത്.
നഗരത്തിൽ ഇത്തരത്തിൽ പൈപ്പ് പൊട്ടുന്ന സമയത്ത് താൽക്കാലിക പരിഹാരം മാത്രം നടത്തുകയാണ് അധികൃതർ ചെയ്യുന്നത്. പയ്യനങ്ങാടി ശ്രമദാനം റോഡിൽ മാസങ്ങൾക്ക് മുമ്പ് പൈപ്പ് പൊട്ടി ശുദ്ധജലം ശക്തിയായി ഉയർന്ന് നിർത്തിയിട്ട കാർ ഉയർന്ന് പൊങ്ങി തകരാറിലായിരുന്നു. എന്നിട്ടും പൊട്ടിയ പൈപ്പ് ലൈൻ മാറ്റി പുതിയത് സ്ഥാപിക്കാൻ അധികൃതർക്ക് കഴിഞ്ഞിട്ടില്ല. ശനിയാഴ്ച വൈകിട്ടാണ് ഇതേ സ്ഥലത്ത് വീണ്ടും പൈപ്പ് പൊട്ടി വെള്ളം പാഴായത്. ഉയർന്നു പൊങ്ങിയ വെള്ളം സമീപത്തെ വീടുകളിലേക്കും കടകളിലേക്കും കയറി ദുരിതം ഏറിയിരിക്കുകയാണ്. പ്രശ്നത്തിന് അടിയന്തര പരിഹാരം കണ്ടില്ലെങ്കിൽ ശക്തമായ സമരത്തിന് ഒരുങ്ങാനാണ് നാട്ടുകാരുടെ തീരുമാനം. നമ്മളിവിടെ ഈ കണ്ട ഈ ദൃശ്യങ്ങൾ ഇവിടെ സ്ഥിരമായിട്ട് ഇവിടെ പൈപ്പുകൾ പൊട്ടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളെ ചുറ്റുവട്ടത്തിൽ ഇവിടെ ചിത്രാകർ തിയേറ്ററിന് അടുത്തും ഇപ്പോൾ ഇവിടെ പൈനങ്ങാടിൽ വാഹന ഗതാഗതം തടസ്സമായിട്ട് നിൽക്കുകയാണ്. ഇപ്പോൾ ഇവിടെ റോഡുകളാകെ തകർന്നിട്ട് ഒരു 3 ദിവസമായിട്ടുള്ള ഇവിടെ റീഡാറിങ് കഴിഞ്ഞ് പോയിട്ട് ആ റോഡ് കംപ്ലീറ്റ് ഏകദേശം പൂർണ്ണമായിട്ട് തന്നെ തകർന്നു പോയിട്ടുണ്ട്. ഈ കാലപ്പഴക്കം ചെന്ന പൈപ്പുകളാണ് ഇതിൻ്റെ അടിയിൽ ഈ നമ്മളെ റോഡുകൾക്ക് മൊത്തം അടിയിലൊക്കെ കിടക്കുന്നത്. ആ പൈപ്പുകൾ ഇപ്പോൾ നടത്തുന്ന ഈ വികസന പദ്ധതികൾക്കൊക്കെ നമുക്ക് അതിനൊക്കെ തിരിച്ചടിയായിട്ട് വരികയാണ്. ഇപ്പോൾ ഈ റോഡ് ഏറ്റവും ഇപ്പോൾ അടുത്ത 3 ദിവസമായിട്ടുള്ള ഈ റോഡ് നന്നാക്കിയിട്ട് ഇപ്പോൾ ആ റോഡ് മൊത്തത്തിൽ ഇപ്പോൾ തകർന്ന് കിടക്കുകയാണ്. വാർത്തകൾ അവസാനിക്കുന്നതിന് മുമ്പ് പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തിരൂർ നഗരത്തിൽ ചട്ടം ലംഘിച്ച് കെട്ടിട നിർമ്മാണത്തിന് അനുമതി നൽകിയ നഗരസഭയ്ക്കെതിരെ ഗുരുതര ആരോപണമായി യൂത്ത് ലീഗ് രംഗത്ത്. ഡിവൈഎഫ്ഐ സംസ്ഥാന സമ്മേളനം നടത്താൻ ലക്ഷങ്ങളുടെ കോഴയെന്ന നേതാക്കൾ. സംഭവത്തിൽ സ്ഥലം കൗൺസിലറും ചെയർമാനും ഒത്തുകളിക്കുന്നതായി യൂത്ത് ലീഗ്. നഗരസഭാ ഭരണമാറ്റം ഉൾക്കൊള്ളാൻ കഴിയാത്ത മുസ്ലിം ലീഗിന്റെ ദഹനക്കേടാണ് സംഭവത്തിന് പുറകിലെന്ന് CPM. കെട്ടിട നിർമ്മാണ മാഫിയയ്ക്ക് ഒത്താശ നൽകുന്നത് മുനിസിപ്പൽ എഞ്ചിനീയറിംഗ് വിഭാഗം. നിർമ്മാണം നിർത്തിവെക്കണമെന്നാവശ്യപ്പെട്ട് CPM-ഉം രംഗത്ത്. അന്തരിച്ച ONV-യുടെ ഓർമ്മകളുമായി തുഞ്ചനുത്സവം തുടരുന്നു. വിലങ്ങ് തീർക്കുന്ന ഭരണകൂടത്തിന്റെ നിലപാടുകൾക്കെതിരെ പ്രതിരോധമുയർത്തുന്ന സെമിനാറുകൾക്ക് തുടക്കം. നടി ശോഭന തിങ്കളാഴ്ച തുഞ്ചംപറമ്പിൽ. പയ്യനങ്ങാടി ശ്രമദാനം റോഡിൽ പൈപ്പ് പൊട്ടി കുടിവെള്ളം പാഴാകുന്നു. ഉടൻ നന്നാക്കണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാർ രംഗത്ത്. വാർത്തകൾ നമസ്കാരം.